Good evening to all. Calicut University 6th sem BCom Corporation Specialization paper International Cooperative മൂവ്മെൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് തേർഡ് മൊഡ്യൂളാണ് കേട്ടോ. ഇതുവരെയുള്ള എല്ലാ മൊഡ്യൂളും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ, ഫിഫ്ത്ത് മൊഡ്യൂൾ. ഓക്കെ, ഇത് തേർഡ് മൊഡ്യൂളാണ്. ഓക്കെ, ഇതിൽ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ICA നോക്കാം. ICA ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ in international sphere. It is considered as the worldwide confederation of cooperative organization. അതായത് ICA എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ സ്ഫിയറിൽ. ഇതിനെ വേൾഡ് വൈഡ് കൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1985. ഓക്കെ, പിന്നെ അതിനെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ടു പ്രൊമോട്ട് കോൺസെപ്റ്റ് ഓഫ് കോപ്പറേഷൻ ഇൻ ഓൾ കൺട്രീസിൽ, എല്ലാ കൺട്രീസിലും കോപ്പറേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുക. ടു പ്രൊപ്പഗേറ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ത്രൂ ഔട്ട് ദി വേൾഡ്. പ്രൊപ്പഗേറ്റ് എന്ന് പറയുമ്പോൾ പ്രചരിപ്പിക്കുക കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മൊത്തത്തിൽ വേൾഡായിട്ട്. ഓക്കെ, ടു പ്രൊമോട്ട് ആൻഡ് ഡിഫെൻഡ് കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ടു പ്രൊമോട്ട് എക്കോണമിക് റിലേഷൻ ബിറ്റ്വീൻ കോപ്പറേറ്റീവ്സ്. To assist socio-economic progress of people in all countries, to safeguard interest of cooperative movement in all forms, to ensure legal framework for cooperative growth, to maintain friendly relations between affiliated organizations. ഓക്കെ, ഇതാണ് ICAയുടെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. പിന്നെ റോള് പറയുന്നത് ടു പ്രൊമോട്ട് ആൻഡ് സ്ട്രെങ്തൻ കോപ്പറേറ്റീവ്സ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് പീപ്പിൾ, creating an enabling environment for sustainable cooperative development, fight against poverty, function as a facilitator for cooperative development, support cooperative policies and legislation reforms. ഇത്രയാണ് റോൾ ഓഫ് ICA പറയുന്നത്. ICAയിലുള്ള മെമ്പർഷിപ്പ് 3 തരത്തിലാണ്. മെമ്പേഴ്സ് ഗെറ്റ് മെമ്പർഷിപ്പ് വിത്ത് ഫുൾ പാർട്ടിസിപ്പേറ്ററി പവേഴ്സ്, അതാണ് മെമ്പേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നാഷണൽ യൂണിയൻസ്, നാഷണൽ കൺഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ, നാഷണൽ കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ആർ ദി ഓർഗനൈസേഷൻ വിച്ച് സപ്പോർട്ട് കോപ്പറേറ്റീവ് ഓർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കോപ്പറേറ്റീവ്സ്. പിന്നെ സെക്ടറൽ എന്ന് പറയുമ്പോൾ ദിസ് ആർ ദി മെമ്പേഴ്സ് ഓഫ് സെക്ടറൽ ഓർഗനൈസേഷൻ വിച്ച് ആർ ബ്രാഞ്ചസ് ഓഫ് ICA. ഓക്കെ, പിന്നെ കുറച്ച് ICAയുടെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. IHCO, ICFO, CCW, ICO, ICBA. IHCO എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ICFO എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ. CCW കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്. ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ICBA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് എന്താ പറഞ്ഞു. ഓക്കെ, അതിൽ ആദ്യം ഇൻ്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഫുൾ ഫോം എല്ലാവരും പഠിച്ച് വെക്കുക കേട്ടോ. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ ഹെൽത്ത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ICAയുടെ അണ്ടറിൽ വരുന്ന ഏജൻസീസിലൊക്കെ നമ്മൾ ഹെൽത്ത് അവിടെ എന്ത് ചെയ്യാണ്, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് മാറ്റേഴ്സൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അതാണ് IHCO എന്ന് പറയുന്നത്. IHCO ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഫോർ ഹെൽത്ത് മാറ്റേഴ്സ് അണ്ടർ ICA. ദിസ് ഈസ് ദി സെക്ടറൽ ഓർഗനൈസേഷൻ ഓഫ് ദി ICA ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾ 25 ഓഫ് ദി ICA. ഓക്കെ, അതിൽ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കോപ്പറേറ്റീവ്സിൻ്റെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക. ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഓൺ നേച്ചർ ആൻഡ് റോൾ ഓഫ് ഹെൽത്ത് കോപ്പറേറ്റീവ്സ്. To provide a forum for discussion and exchange of on issue HCO. പിന്നെ carry out functions arising from object of the ICA. പിന്നെ നെക്സ്റ്റ് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷനാണ് ഇത് പറയുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ, ICFO. അതായത് ഫിഷറീസ് കോപ്പറേറ്റീവ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, അതാണ്. ICFO ഈസ് എ സെക്ടറൽ ഓർഗനൈസേഷൻ ഓഫ് ICA. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊമോട്ട് ദ development of fisheries cooperatives around the world. It was previously known as ICA Fisheries Committee. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് അതിനറിയപ്പെടുന്നത് ICA ഫിഷറീസ് കമ്മിറ്റി എന്നാണ്. അതിൻ്റെ കുറച്ച് എയിംസും ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട്. എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് എ ന്യൂ കോപ്പറേറ്റീവ് ഫിഷറീസ് ഓർഗനൈസേഷൻ, ടു പ്രൊമോട്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ടു പ്രൊമോട്ട് ഓഫ് ട്രേഡ്, to exchange technical information on global basis, to develop fisheries cooperatives all over the world. ആ ഫിഷറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു 1-2 തവണ വായിച്ചു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കും. ഓക്കെ, എക്സാമിന് വേണ്ടി പഠിക്കുക കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് തലയിൽ കയറും.
പിന്നെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഓർഗനൈസ് സെമിനാർ ആൻഡ് കോൺഫറൻസ് ടു പ്രൊമോട്ട് ഫിഷറീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, സ്റ്റഡി കണ്ടക്റ്റഡ് ഫോർ സോൾവിംഗ് പ്രോബ്ലംസ് ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, പ്രൊവൈഡ് അസിസ്റ്റൻസ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ്, പ്രൊവൈഡ് അഡ്വൈസറി ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ക്രിയേറ്റിംഗ് ഫിഷറീസ് കോപ്പറേറ്റീവ്സ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്ന ഓർഗനൈസേഷനാണ് CCW, കൺസ്യൂമർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ്. Consumer Cooperative Worldwide is a sectoral organization of the International Cooperative Alliance which brings together consumer cooperatives within ICA membership. അതിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ്. ടു ഇനിഷ്യേറ്റ് ഡിസ്കഷൻ ഓൺ ക്രൂഷ്യൽ പ്രോബ്ലംസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, കൺസ്യൂമർ കോപ്പറേറ്റീവിൻ്റെ കുറച്ച് ക്രൂഷ്യൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻ ടു ICA മെമ്പേഴ്സ്, to collaborate with other appropriate ICA structures, to represent on behalf of ICA consumer cooperative interest, to submit a report of its activities to ICA, to contribute to effective implementation of objectives of consumer cooperative worldwide. പിന്നെ അടുത്ത ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. അങ്ങനെയാകുമ്പോൾ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ കൺസ്യൂമറിൻ്റെ കേസ് പറയുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പ്രോബ്ലംസും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കൺസ്യൂമേഴ്സിൻ്റെത്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആകുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻ ഓഫ് ICA ആണത്. പിന്നെ ഫൗണ്ടഡ് ഇൻ 1951. ദിസ് ഓർഗനൈസേഷൻ റെപ്രസെൻറ്റ് 43 അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഫ്രം ഓവറോൾ 33 കൺട്രീസ്. അതിൻ്റെ ഒബ്ജക്റ്റീവ് പറയുന്ന നോക്കോളൂ. ടു പ്രൊമോട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ്, ടു ഇംപ്രൂവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, ടു ടേക്ക് concrete action for preserving the environment, to exchange experience on specific activity by hosting seminars, to survey problems of agricultural cooperatives different countries. ഒരു 5 പോയിൻറ്റ്സ് എങ്കിലും എല്ലാത്തിൻ്റെയും പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ, ICBA. ഓക്കെ. ICBA is a sectoral organization of ICA. It was founded in 1895 with the mission of sound development and comprehensive cooperative banks. ഓക്കെ. കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിങ് അസോസിയേഷൻ. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ടു പ്രൊമോട്ട് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ത്രൂ കോപ്പറേഷൻ്റെ പ്രൊമോഷൻ, ടു അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ടു എൻകറേജ് ഇൻ്റർ കോപ്പറേഷൻ വിത്ത് അതർ കോപ്പറേറ്റീവ്സ്, ടു ഫെസിലിറ്റേറ്റ് പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ആൻഡ് റീജിയണൽ ലെവൽ വാല്യൂസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ. പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. Organization of statutory meetings, holding of yearly seminar, collaboration with other cooperatives. പിന്നെ ഇൻ്റർകോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സെൻട്രൽ ഓർഗനൈസേഷൻ ഇൻ വെസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്, ഇസ്രയേൽ ആൻഡ് ജപ്പാൻ. വെസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പും ഇസ്രയേൽ ആൻഡ് ജപ്പാനും തമ്മിലുള്ള ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സെൻട്രൽ ഓർഗനൈസേഷൻ അസോസിയേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർകോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആർട്ടിസണൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ്, CICOPA. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷോർട്ട് ഫോമും അതിൻ്റെ ഫുൾ ഫോമും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല. ഓക്കെ. അതിപ്പോൾ ഇനി പറയുന്ന രണ്ടെണ്ണത്തിൻ്റെയും CICOPA ആണെങ്കിലും അതുപോലെ തന്നെ TIC ആണെങ്കിലും അതിൻ്റെ ഫുൾ ഫോം വേറെ ഷോർട്ട് ഫോം വേറെ. ഓക്കെ. അപ്പോൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആർട്ടിസണൽ ആൻഡ് സർവീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സിൽ പറയുന്നതാണ് ഇറ്റ് ഈസ് എ സെക്ടറൽ ഓർഗനൈസേഷൻ ഓഫ് ദി ICA. ICAയുടെ ഒരു സെക്ടറൽ ഓർഗനൈസേഷനാണ് CICOPA എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് മെമ്പർഷിപ്പ് ഓഫ് 46 നാഷണൽ ആൻഡ് റീജിയണൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് സപ്പോർട്ട് ഓർഗനൈസേഷൻസ്. ഓക്കെ. പിന്നെ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് ടൂറിസം, TICA പറയുന്നതാണ് it is a type of international cooperative organization established with the aim of encourage cooperation among holiday and travel organization in the cooperative sector. അതായത് കോപ്പറേറ്റീവ് സെക്ടറിൽ ഹോളിഡേയും അതുപോലെ തന്നെ ട്രാവൽസൊക്കെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് ഇത് പറയുന്നത് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് ടൂറിസം അഥവാ TICA എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഓർഗനൈസേഷൻ, ICA ഹൗസിംഗ്. ഓക്കെ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് നെസസറി ഹെൽപ്പ് ദി ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ എസ്റ്റേൺ സെൻട്രൽ യൂറോപ്യൻ കൺട്രീസ്. ഓക്കെ. ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, ഇപ്പോൾ ഈ മൊഡ്യൂളാണെങ്കിലും കഴിഞ്ഞ മൊഡ്യൂളാണെങ്കിലും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഈ ICA എന്ന് പറഞ്ഞതും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്
അതുപോലെ തന്നെ റോള് എന്താണ് ICA അതൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ ആഫ്രിക്കേൻ്റെ വുമൻസ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്രിക്കേൻ്റെ എല്ലാം നോക്കിക്കോളൂ. പിന്നെ ആ 4 ഇല്ലേ, ILO, വേ, ആ 4 അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കുക. ഓക്കെ, താങ്ക് യു.